ഹായ്, എല്ലാവർക്കും ബ്രൈറ്റ് സ്റ്റാർസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? ഞങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് അതിൻ്റെ സെലിബ്രേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, എങ്ങനെയൊക്കെ ഡെക്കറേഷൻ ചെയ്യണം, അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചയൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ താഴത്തേക്ക് കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങാനുണ്ട്. അങ്ങനെ ഞങ്ങൾ ചർച്ചയൊക്കെ ചെയ്ത് നടക്കണം കേട്ടോ, ഇന്ന സാധനങ്ങൾ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ താഴെ എത്തിയപ്പോഴാണെങ്കിൽ നല്ല വെയിൽ. അപ്പോൾ നടക്കണോ അതോ വണ്ടിയുമ്പോൾ പോകണോ എന്നുള്ളതായി അടുത്ത ചർച്ച. അപ്പോൾ ഞങ്ങൾ നടക്കാൻ തന്നെ വെച്ചുട്ടോ. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല ബ്ലോക്കായിരുന്നു അറ്റത്ത്, വീഡിയോയിൽ കാണുന്നില്ല, നല്ല ബ്ലോക്കായിരുന്നു അറ്റത്ത്. അങ്ങനെ പതുക്കെയായിരുന്നു വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് സ്ഥലം. ഇവിടെ ഇപ്പോൾ വണ്ടികളൊക്കെ കടത്തി വിടുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കടക്കാനായിട്ടുള്ള നോക്കുകയാണ് കേട്ടോ. ഈ ചെറിയ വഴിക്കോടെ ഇങ്ങനെ കടന്ന് ചെല്ലുമ്പോൾ തന്നെ അവിടെ എത്തുമ്പോഴേക്കും കാണാം ഇതുപോലെ കറക്റ്റ് എന്ത് ഭംഗിയിലാണ് അറേഞ്ച് ചെയ്തിട്ടേക്കണമെന്ന് കേട്ടോ. പല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ, ഫ്ലാഗിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് കേട്ടോ. ഇവിടേക്കാണ് നമ്മൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ സാധനങ്ങളും കിട്ടും. ഇപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണെന്ന് വെച്ചാൽ പല വെറൈറ്റീസുള്ള പല സാധനങ്ങൾ. ഇപ്പോൾ എന്താണ് നമുക്ക് വാങ്ങേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനായി പോകും. അത്രയ്ക്ക് കുറേ സാധനങ്ങൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ എടുത്തു കേട്ടോ. വേറൊരു കടയിൽ അപേക്ഷിച്ചിട്ട് ഇവിടെ വരുമ്പോൾ ഒരു റേറ്റ് കുറവ് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ കുപ്പികൾ അങ്ങനെയൊക്കെ കിടക്കണത്. ഇപ്പോൾ സ്കൂളിലേക്കൊക്കെ വരുന്ന പിള്ളേർക്ക് സ്കൂൾ തുറക്കുമ്പോഴൊക്കെ ഇവിടെ നിന്നാണ് കൂടുതൽ സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതേ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വെയിലാണെന്ന് ഭയങ്കര വെയിലാണ് കേട്ടോ. മഴ പറഞ്ഞിട്ട് മഴയില്ല എന്ന് പറഞ്ഞ് നടക്കുകയാണ് ഞങ്ങൾ. ചേച്ചിക്ക് തല കറങ്ങണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിലേക്ക് വന്നേക്കണം കേട്ടോ. എന്തെങ്കിലും വെള്ളം കുടിക്കാമെന്നും പറഞ്ഞ് കയറിയതാണ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വെള്ളം കുടിക്കേണ്ട എന്ന് പറഞ്ഞ് ചേച്ചി ഷെയ്ക്ക് വാങ്ങാമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല തണവ്, ഭയങ്കര തണവായിട്ട് എനിക്ക് പെട്ടെന്ന് തൊണ്ട വേനെടുത്ത പോലെ തോന്നിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. ഈ ഇത് കഴിച്ചിട്ടൊന്നും കാര്യമില്ല, നല്ല വെയിലാണ് എന്നും പറഞ്ഞ് നടക്കാൻ കേട്ടോ. അപ്പം ഞങ്ങളുടെ ചെറുപ്പത്തിലെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. ഒരു ഫ്ലാഗ് കിട്ടാനായിട്ടൊക്കെ ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നേ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഞങ്ങളിങ്ങനെ വാങ്ങുക. അല്ലെങ്കിൽ അച്ഛനോടൊക്കെ ഇങ്ങനെ പറയുക, ഒരു ഫ്ലാഗ് വാങ്ങിച്ചുകൊണ്ട് പോയോ എന്നൊക്കെ പറയണത് കേട്ടോ. അതല്ലെങ്കിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ നിന്നായിരിക്കും കിട്ടുക. അതിങ്ങനെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്ന ഒരു കാലം, അതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു. പിന്നെ ദേശഭക്തി ഗാനം പാടുന്നതും, അന്ന് സ്കൂളിൽ ചെന്നിട്ട് ലഡ്ഡുവൊക്കെ കിട്ടും. അപ്പോൾ അന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വരുമ്പോൾ ഞങ്ങൾക്ക് തരണതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്വീറ്റ്സ് എന്ത് കൊടുക്കണം. ഇപ്പോൾ കേക്ക് ഉണ്ടാക്കിയാലോ, ഇൻഡിപെൻഡൻസ് ഡേയുടെ ഒരു ഫ്ലാഗിൻ്റെ ഇത് വെച്ച് നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ മിഠായി കൊടുക്കണോ എന്നുള്ള ചർച്ചയിലുണ്ട്. നമ്മൾ പൊതുവേ ഷുഗർ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പോൾ കേക്ക് വേണോ അതോ മിഠായി വേണോ, അങ്ങനെ അതല്ലെങ്കിൽ ഒന്നും വേണ്ടേ എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ നമ്മൾ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് എങ്ങനെ അപ്പുറത്തേക്ക് കടക്കും എന്നുള്ള ചർച്ചയും കൂടി മുന്നോട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. കണ്ണിക്കാണെങ്കിൽ ചില സമയത്ത് വെയിൽ വരുമ്പോൾ കണ്ണിക്കാണെങ്കിൽ വെയിലടിച്ചിട്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല, അത്ര വെയിലായിരിക്കും. നല്ല കണ്ണിക്ക് ഇങ്ങനെ തുളച്ച് കയറുന്ന വെയിലും. അങ്ങനെ ഞങ്ങൾ സാഹസികമായി അപ്പുറത്തേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ജിമ്മിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് 12:30 വരെ ഉള്ളൂ. നമ്മൾ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ ഒരുവിധം ടൈമായി കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമുക്കിപ്പോൾ ജിമ്മിൽ കയറുന്നില്ല. അപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് നമ്മൾ വൈകിട്ട് വന്നിട്ട് അവിടെ വെക്കാമെന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇനി മോളിൽ കയറാനായിട്ടും വയ്യ കേട്ടോ, അതുകൊണ്ട് കാര്യം. ഇപ്പോൾ മോളിലേക്ക് നമ്മൾ കയറി എത്തുമ്പോഴേക്കൊരു വയ്യാണ്ടാവും. അത് കാരണം കൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ചേച്ചി സാധനങ്ങളൊക്കെ അടക്കി വണ്ടിയിൽ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകണമെങ്കിൽ. ഇത് കണ്ടോ, അവിടെ നിന്ന് വണ്ടി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇവിടെ നിർത്താൻ പറഞ്ഞിട്ട് അവളങ്ങോട്ട് കയറ്റിയെടുക്കണത് കാണാം കേട്ടോ. അപ്പം അതൊക്കെ വരുള്ളൂ. എന്നിട്ട് അങ്ങ് കയറ്റി കൊണ്ടുപോകാൻ കണ്ടോ, അങ്ങ് കയറ്റി കൊണ്ടുപോകണം. അങ്ങനെ എൻ്റെ വണ്ടിയിൽ വരുത്തിയിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പോവുകയാണ്. ഇപ്പോൾ അധികം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴിയിലത്തെ തിരക്കൊക്കെ കുറഞ്ഞതിനെ കൊണ്ട് സിമ്പിളായിട്ട് ഓടിക്കാം.
ഇപ്പം ഞാൻ എന്ത് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. വണ്ടി എടുക്കാറായിട്ടുണ്ട് കേട്ടോ. വണ്ടി എടുത്തു. പൊതുവേ ഭയങ്കര തിരക്കാവാറാണ് പതിവ്, സീറ്റൊന്നും കിട്ടാറില്ല. ഇന്നിപ്പോൾ എന്തോ വണ്ടിയിലും വളരെ കുറവാണ് ആളുകൾ. അതെന്താണാവോ, ആരും പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. വെയിലൊക്കെ ആയിട്ടായിരിക്കും, ഭയങ്കര തിരക്ക് കുറവാണ്. അപ്പോൾ ഞാൻ എത്താറായിട്ടുണ്ട്, വീടെത്താറായിട്ടുണ്ട്. വഴിയിലൊന്നും ഭയങ്കര ഇവിടെ നിന്ന് തിരക്കില്ല, പക്ഷെ ടൗണിലൊക്കെ നല്ല തിരക്കായിരുന്നു. ഒരു സമയം വരെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ബസ് ഇറങ്ങി ഞാൻ നടക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തെ ഷോപ്പിങ്ങും പരിപാടികളും വർക്കും കാര്യങ്ങളും കഴിഞ്ഞു. ഇനി വൈകുന്നേരമാണ്. എനിക്ക് പിന്നെ വൈകുന്നേരം ഡ്യൂട്ടി ഇല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ പോകണം. പിന്നെ വൈകിട്ട് ചേട്ടൻ്റെ കൂടെ പോകണം കേട്ടോ. തിരിച്ച് ഈ സാധനങ്ങളൊക്കെ കൊണ്ട് ചേച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും കുറവുണ്ടോ അങ്ങനെ നോക്കും വേണം. അതിന് വേണ്ടി പോവുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ഈ ഫ്ലാഗ് അത് കയ്യിൽ ജസ്റ്റ് പിടിക്കാനായിട്ടാണ്. പിന്നെ ഇത് കണ്ടോ, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ഇതാണ് കേട്ടോ, ഇങ്ങനെ വെക്കണത്. അത് കാണിച്ചു തരാവേ. പിന്നെ നമ്മുടെ ഫ്ലാഗ് പതാക ഉയർത്താനായിട്ടുള്ളത്. പിന്നെ ഇത് ബാൻഡ്, നമ്മുടെ തലയും ഇടുന്ന ഒരു ഉണ്ട പോലെയാണ് കേട്ടോ, കൈയും ഇടുന്നതാണ് ഒരു ബാൻഡ്. പിന്നെ ബലൂൺസാണ് എല്ലാം. ഒരു 2 പാക്കറ്റ് വെച്ചിട്ട് ഓരോ കളറായിട്ടാണ് എടുത്തത്. അവിടെ ഇങ്ങനെ നമുക്ക് ഓറഞ്ച്, പച്ച, വൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കുണ്ടായിരുന്നു. നമ്മളപ്പോൾ അതെടുത്തില്ല, സെപ്പറേറ്റ് കളേഴ്സ് വരുന്നതായിട്ടാണ് നമ്മളെടുത്തട്ടാ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. അപ്പം എല്ലാം നമുക്ക് അടക്കി പറക്കി വെക്കാണ് കേട്ടോ. അത് ഞാൻ എടുത്ത് കാണിച്ചിട്ടാവേ. ഇവിടെ പുറത്തിങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, നല്ല ഭംഗിയാണത്. എനിക്കിതിൽ വാങ്ങിച്ചതിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടതോ ഏറ്റവും തൃപ്തിയായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടത്. അത് നല്ല ഭംഗിയാണ്. അങ്ങനെ ഇങ്ങനെ മേശപ്പുറത്തായാലും അതല്ലെങ്കിൽ വേറെ ഇങ്ങനെ നമ്മുടെ വണ്ടിയിലൊക്കെ ആണെങ്കിച്ചാലും അത് വെക്കുമ്പോൾ ഒരു നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ. ഇനി നമുക്ക് 14-ാം തീയതി വൈകുന്നേരം സെറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോഴുള്ള തീരുമാനം. വൈകുന്നേരം നമുക്ക് സെറ്റ് ചെയ്യണതൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയുള്ള വരും വീഡിയോസ് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും എല്ലാവർക്കും ബായ്.